കഴിഞ്ഞ ആഴ്ചയിൽ സൂറത്തുൽ ബയ്യിനയുടെ ആദ്യ ഭാഗങ്ങളാണ് അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലുമുള്ള ആളുകൾ, അവരിലെ സത്യനിഷേധികളായ ആളുകൾ, അവർക്ക് വ്യക്തമായ തെളിവ് കിട്ടുന്നതുവരെ അവരുടെ വിശ്വാസത്തിൽ നിന്ന്, ആശയത്തിൽ നിന്ന് വേറിട്ടു പോരുന്നവരായിരുന്നില്ല. അതായത് അവർക്ക് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതുവരെ അവരുടെ വിശ്വാസത്തിൽ ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട് എന്നും വാഗ്ദത്ത പ്രവാചകൻ ഞങ്ങളിലേക്ക് വന്നു ചേരുമെന്നുമൊക്കെയുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ ആ തെളിവ് വന്നു ചേർന്നപ്പോൾ അവരെന്തു ചെയ്തു? അവരാ വിശ്വാസത്തിൽ നിന്ന്, അവരുടെ ആശയത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു. മറ്റൊരു വിഭാഗം ആളുകൾ കൃത്യമായ തെളിവ് അവർക്ക് വന്നതോടുകൂടി അവർ ഇസ്ലാമിനെ വിശ്വസിച്ചു. ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു സയ്യിദുനാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ധാരാളം വേദക്കാരായ പണ്ഡിതന്മാർ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലാണ് ബയ്യിന എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം, ദ ക്ലിയർ എവിഡൻസ് എന്ന് പറഞ്ഞത് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് എന്ന് നമ്മൾ പറഞ്ഞു. റസൂലും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകൻ, അള്ളാഹുവിൽ നിന്നുള്ള ദൂതൻ. ആ ദൂതൻ അവരിലേക്ക് വരികയും യത്ലൂ സുഹ്ഫൻ മുതഹ്ഹറ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പരിശുദ്ധമായ ഏടുകളെ അവർക്ക് ഓതി കേൾപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിൽ നിന്നുള്ള റസൂൽ എന്നുള്ളത് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാമിന് ശേഷം ഞാൻ അള്ളാഹുവിൽ നിന്ന് വേദം നൽകപ്പെട്ട റസൂലാണെന്നും എനിക്ക് വഹീ വരുന്നുണ്ടെന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നെ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി നിയോഗിച്ചയാളാണെന്നും പറഞ്ഞ് കടന്നു വന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെ വന്ന ഒരു കള്ളപ്രവാചകനും ഞാൻ ലോകത്തിന് മുഴുവനുമുള്ള നേതാവാണെന്നോ അല്ലെങ്കിൽ എനിക്ക് നൽകുന്ന ഈ വേദം ലോകത്തിന് മുഴുവനും കിട്ടാനുള്ളതാണെന്നോ പറഞ്ഞില്ല. മറിച്ച് അവരവരുടെ സർക്കിളിൽ ഒതുങ്ങി നിൽക്കുകയും കുറഞ്ഞ കാലം കഴിയുമ്പോൾ അവരുടെ ആളുകളോടൊപ്പം തന്നെ അവർ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അള്ളാഹുവിൽ നിന്നുള്ള റസൂൽ എന്ന് മാത്രമല്ല, യത്ലൂ സുഹ്ഫൻ മുതഹ്ഹറ, പരിശുദ്ധമായ ഏടുകളെ, ആ ഏടുകളെ ഓതിത്തരുന്ന റസൂൽ. അത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഒരക്ഷരവും പഠിച്ചിട്ടില്ലാത്ത, ഒരു പണ്ഡിതന്റെ അടുക്കലും അക്ഷരം അഭ്യസിച്ചിട്ടില്ലാത്ത, എഴുത്തും വായനയും അഭ്യസിച്ചിട്ടില്ലാത്ത ഒരു പ്രവാചകൻ പരിശുദ്ധമായ ഏടുകളെ ഓതിക്കൊടുക്കുന്നു. സാധാരണ വർത്തമാനം പറയല്ല, വളരെ സാഹിത്യ സമ്പുഷ്ടമായ ഈ പരിശുദ്ധമായ കലാമിനെ ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് തന്നെ എത്ര വലിയ അത്ഭുതമാണ്. എവിടെയെങ്കിലും പോയി ഭാഷയോ ശാസ്ത്രമോ ശൈലിയോ അറബി വ്യാകരണങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ഭാഗങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ലാത്തൊരു പ്രവാചകൻ, ആ പ്രവാചകൻ നബിയുൽ ഉമ്മി, നിരക്ഷരനായ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിൽ നിന്ന് വിദ്യ അഭ്യസിച്ചിട്ടില്ലാത്തൊരു പ്രവാചകൻ. ആ പ്രവാചകൻ ഓതിക്കൊടുക്കുന്നതിലോ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് സാഹിത്യ ഭംഗി പോരാ എന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ ആയിരുന്നില്ല എന്നോ പറയാൻ കഴിയില്ല. ആ നിലയിൽ പരിശുദ്ധമായ ഏടുകളെ അള്ളാഹുവിന്റെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുന്നു. അങ്ങനെയുള്ള പ്രവാചകൻ അവരിലേക്ക് കൃത്യമായ വ്യക്തമായ തെളിവായി എത്തിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഫീഹാ കുതുബുൻ ഖയ്യിമ, ആ ഏടുകൾ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, അള്ളാഹു നൽകിയ വേദം, അത് വക്രതയില്ലാത്ത, ഒരു വളവോ ചുളിവോ ഒടിവോ ഒന്നുമില്ലാത്ത കൃത്യമായ രേഖയാണെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ മഹിമയെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഫീഹാ കുതുബുൻ ഖയ്യിമ. നോക്കൂ, ലോകത്ത് നമ്മൾ എപ്പോൾ ചിന്തിച്ചു നോക്കിയാലും ഖുർആൻ മോശമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യം അത് നന്മയാണ് എന്ന് സ്ഥാപിക്കാൻ ലോകത്തിന് കഴിയില്ല. ഉദാഹരണം മദ്യപാനം. ഖുർആൻ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ എന്ന് പറഞ്ഞു. ഖിയാമത്ത് നാൾ വരെ അത് അവിടെ നിലനിൽക്കുകയും ചെയ്യും, മാറ്റമൊന്നും വരാനില്ല. അത് നന്മയാണ് എന്ന് സ്ഥാപിക്കാൻ ലോകത്തിന് കഴിയില്ല. കുടിക്കുന്ന ആളുകളുണ്ടാവും, വിൽക്കുന്ന ആളുകളുണ്ടാവും, അതുമായി ബന്ധപ്പെട്ട വിപണനങ്ങളും കച്ചവടങ്ങളും ഒക്കെ ലോകത്ത് നടക്കും. എന്നാലും അതിന്റെ കുപ്പിയുടെ മേലെ തന്നെ എഴുതിയിട്ടുണ്ടാവും ഇതെന്താണ്? ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് വാങ്ങി കുടിക്കുന്നത് അപകടം വരുത്തും, നിങ്ങളുടെ ശരീരത്തെ നശിപ്പിച്ചു കളയും, നിങ്ങളുടെ ജീവിതത്തെ ഇല്ലാതെയാക്കി കളയും. അങ്ങനെ എത്രയാണ്? വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്,
അനിയന്ത്രിതമായ ലൈംഗിക ചിന്തകൾ, ഇടപാടുകൾ കൊണ്ടുചെന്നെത്തിച്ചതാണ് മനുഷ്യനെ HIV എന്ന് പറയുന്ന, എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തിലേക്ക്. വ്യഭിചാരം നല്ലതാണ് എന്ന് ലോകത്താരും പറയില്ല. അത് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരാരും വ്യഭിചാരം നല്ലതാണെന്നോ മനുഷ്യന്റെ അന്തസ്സിന് ചേർന്നതാണെന്നോ പറയൂല. പലിശ ഹറാമാണ്, നിഷിദ്ധമാണ്, ഖുർആൻ പറയുന്നു. അതുകൊണ്ട് മനുഷ്യൻ രക്ഷപ്പെടുമെന്നോ മനുഷ്യൻ കയറിപ്പോകുമെന്നോ ലോകത്താരും പറയുന്നില്ല. മറിച്ച് പലിശ ഒരു മനുഷ്യനെ ഞെക്കി ഞെരുക്കി കടക്കണിയിലേക്ക് തള്ളിവിടും എന്നാണ് ലോകത്ത് എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യം. ഇങ്ങനെ ഓരോന്നും നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ ഖുർആൻ എന്ത് പറഞ്ഞോ അത് തിന്മയാണെന്ന് പറഞ്ഞോ അത് തിന്മയായി തന്നെ ഖിയാമം നാൾ വരെയും നിലനിൽക്കും. ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ആ പറഞ്ഞത് ശരിയായില്ല, അത് തിരുത്തണം, അത് നന്മയാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഇക്കാലം അത്രയും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഫീഹാ കുത്തുബുൻ ഖയ്യിമ. അങ്ങനെ തുടങ്ങിയാൽ ഓരോന്നോരോന്നും വക്രതയില്ലാത്ത ഈ രേഖ, അള്ളാഹു നൽകപ്പെട്ട ഈ ഏട്, അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ ഒരുപാടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ലോക നേതാവ് ഇത് ഓതിത്തരുന്ന കാലവും ഇപ്പോഴത്തെ കാലവും അതിലാർക്കും. രണ്ടാമത്, മുത്തഹറായ വേദമെന്ന് പറഞ്ഞത് ഒരു മനുഷ്യന്റെയും കൈകടത്തലുകൾക്ക് വിധേയപ്പെട്ടിട്ടില്ല. ലോകത്തെ പല വേദങ്ങളും നമ്മൾ ആ വേദങ്ങളുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ പലതവണ പുരോഹിതന്മാരായ ആളുകൾ കൂടിയിരുന്ന് അതിലെ ഇന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്നോ അതിൽ മാറ്റം വരുത്തണമെന്നോ ഭേദഗതി ചെയ്യണമെന്നോ പറഞ്ഞ സാഹചര്യങ്ങൾ കാണാം. എന്നാൽ നാളിത്രയുമായിട്ടും പരിശുദ്ധമായ ഖുർആനിന് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് മാത്രമല്ല, അതിലൊരു അക്ഷരം മാറ്റി ഓതാൻ ഇസ്ലാമിക ലോകം സമ്മതിക്കുകയില്ല. ബഹുമാനപ്പെട്ട ഈജിപ്തിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഖലീൽ ഹുസരി എന്നറിയപ്പെടുന്ന, ലോകം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന, ഖാരിഉകൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഖുർആൻ പണ്ഡിതൻ. അദ്ദേഹം ഒരിക്കൽ ഒരു രാജ്യം സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടു. ഒരു അക്ഷരത്തിന്റെ മേലെയുള്ള ഒരു ചുനുപ്പിന് മാത്രമേ വ്യത്യാസമുള്ളൂ. യഹൂദികളെ കുറിച്ചുള്ള ഒരു പ്രയോഗത്തിൽ ഐദീഹിം, അള്ളാഹുവിന്റെ കലാം പറയുന്നത് അവരുടെ കൈകളെ ബന്ധിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ അവിടെയുള്ള ആളുകൾ ഓതുന്നതോ അവരെ ഉയർത്തിയിരിക്കുന്നു, ഉന്നതമാക്കിയിരിക്കുന്നു എന്നാണ്. ഒരു ഫതഹ് മാറിയിട്ട് ലമ്മായിട്ടേ ഉള്ളൂ. അദ്ദേഹം ഉടനെ തിരിച്ചു വന്നു, തന്റെ രാജ്യത്തെ ഭരണാധികാരികളെ കണ്ടു, എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ എങ്ങനെ പാരായണം ചെയ്യണമെന്നതിന് നമുക്ക് കൃത്യമായ ഓഡിയോ റെഫറൻസ് ഉണ്ടാവണം. ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് അത് കേൾക്കാനും ഒരക്ഷരം എങ്ങനെ ഉച്ചരിക്കണം, ഒരായത്ത് എങ്ങനെ ഓതണം എന്ന് കേൾക്കാൻ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വർഷങ്ങളോളം പരിശുദ്ധമായ ഹറമിൽ റേഡിയോയിലൂടെ റെക്കോർഡ് ചെയ്യപ്പെട്ട് കേൾപ്പിക്കപ്പെട്ട ശബ്ദങ്ങളിൽ ഒന്ന് ഈജിപ്തുകാരനായ ഖലീൽ ഹുസരിയുടേതാണ്. അദ്ദേഹത്തിന് ഖുർആൻ എടുത്ത് മറിച്ചൊന്നും നോക്കേണ്ടി വന്നില്ല. ഒരു ഫതഹിന്റെ സ്ഥാനത്തുള്ള അമ്മ മാറി ഫതഹായപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കേൾവി മനസ്സിലായി. ഓതുന്നത് തെറ്റാണെന്ന് മാത്രമല്ല, ഇതിൽ ആശയം തന്നെ വ്യത്യാസപ്പെട്ടു എന്ന് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ കോടാനകോടി മനുഷ്യർ ലോകത്തുണ്ട്. നമുക്ക് തോന്നിയത് ഓതാൻ പറ്റൂല, ഓതിയാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യത്, അങ്ങനെയല്ലല്ലോ എന്ന് പറയാൻ. അങ്ങനെയുള്ള ഒരേ ഒരു വേദം, മുത്തഹറായ ഒരു മനുഷ്യന്റെയും കൈകടത്തലുകൾ അതിലേക്ക് നടന്നിട്ടില്ല, വിധേയമാക്കപ്പെട്ടിട്ടില്ല. മനുഷ്യനായിരുന്നുവെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്, അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഫീഹാ കുത്തുബുൻ ഖയ്യിമ, വക്രതയില്ലാത്ത ഈ രേഖ, അവിടെ നമുക്ക് വീണ്ടും ചിന്തിക്കാനുണ്ട്. അതിൽ നിന്നാണ് ഖിയാമത്ത് നാൾ വരെയുള്ള നിയമങ്ങളെല്ലാം പിടിക്കപ്പെടാനുള്ളത്. അതിൽ നിന്ന് ഋജുവായ ഈ രേഖ, ഇതൊന്നും മാറ്റി എഴുതേണ്ട കാര്യമില്ല. ഖിയാമത്ത് നാൾ വരെ വരുന്ന സകല വിഷയങ്ങൾ, ഏത് ആധുനിക വിഷയങ്ങൾ വന്നാലും, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഹോർമുസ് കടലിടുക്കിന്റെ വിഷയം വന്നാലും ഖുർആനിൽ നിന്ന് ഓതാൻ നമുക്ക് ആയത്ത് ഉണ്ട്. ലോകത്ത് ഏത് പ്രതിസന്ധി വന്നാലും നമുക്ക് ഓതാൻ ആയത്തുകൾ ഉള്ള പാകത്തിൽ, ഏത് വിഷയം വന്നാലും അത് ചർച്ച ചെയ്യാൻ പാകത്തിൽ, അവിടെയെല്ലാം പരിശുദ്ധമായ ഖുർആനിന് ഈ നിയമങ്ങൾ പറയാൻ കഴിയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള വിജ്ഞാനത്തിന്റെ ആഴവും പരപ്പും വലിപ്പവുമാണ്. ആലോചിച്ചു നോക്കൂ, ഈ ആയത്തുകൾ തന്നെ മുന്നോട്ട് വരുമ്പോൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നടത്തിയ ചില ഇടപെടലുകൾ കാണാം. പരിശുദ്ധമായ ഖുർആനിനെ ആഴത്തിലറിഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അവർക്ക് കിട്ടിയ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അല്ലാഹു അവരുടെയൊക്കെ ബർക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ.
അവരുടെ മുന്നിൽ കിട്ടിയ ലക്ഷക്കണക്കിന് ഹദീസുകൾ വെച്ചുകൊണ്ട് ഈ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന് ഇസ്ലാമിക നിയമങ്ങളെ വേർതിരിച്ചു തരുകയാണ്. ബലാത്സംഗം എന്നൊരു വാക്ക് ഖുർആനിലില്ല. ഉണ്ടോ? ബലാത്സംഗം. എന്നാൽ ബലാത്സംഗം നടന്നാൽ എന്താണ് അതിന്റെ വിധി? എങ്ങനെയാണ് അതിന്റെ ഹുക്കുമ് തീരുമാനിക്കുക? എങ്ങനെയാണ് അതിന്റെ നിയമം കിട്ടുക? എവിടുന്നാണ് കിട്ടുക? അവിടെയാണ് മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ ഇതിനെ നിർമ്മിച്ചെടുത്ത, ഖുർആനിൽ നിന്ന് ഇതൊക്കെയും കണ്ടെടുത്ത വിജ്ഞാനത്തിന്റെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാവുക. അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് അതിന്റെ നിയമം എന്താണ് എന്നവർ കണ്ടെത്തി. അള്ളാഹുവിന്റെ കലാമിൽ നമുക്ക് അറിയാൻ കഴിയാത്തത്, സാധാരണ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ ഹദീസുകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ. ലക്ഷക്കണക്കിന് ഹദീസുകളുടെ മുന്നിലിരുന്നു കൊണ്ടാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അതുപോലെ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പരിശുദ്ധമായ ദീനിനെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് വന്ന വലിയ പണ്ഡിതന്മാർ, ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ സ്വഹീഹാണ് ലോകത്തെ ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ ലോകം ഏറ്റവും അധികം പരിശുദ്ധ ഖുർആനിനോടൊപ്പം ചേർത്ത് പിടിക്കുന്ന ഗ്രന്ഥം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണ്, ഷാഫിഈയാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഷാഫിഈയാണ്. എന്തുകൊണ്ടാണ്? അവർക്കൊക്കെ അറിയാം ഈ മഹാന്മാരായ ഇമാം അവർ കണ്ട സ്വഹാബത്തിന്റെ ജീവിതവും അവർ കണ്ട ദീനിന്റെ തെളിവുകളും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, നമ്മിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ ഒരു പേടിയും നമുക്ക് ആവശ്യമില്ല. അവസാന നാൾ വരെ ലോകത്ത് എന്തൊക്കെ വരാനുണ്ടെങ്കിലും അതിനെല്ലാമുള്ള നിവാരണം നമ്മുടെ മുന്നേ കഴിഞ്ഞവർ അവരെവിടെ നിന്നാണ് ഇത് കണ്ടെത്തിയത്? ഫീഹാ കുതുബുൻ ഖയ്യിമ. ഇത് വെറും ഒരു നമ്മൾ ചെയ്യുന്ന ഓരോ അമലും അതിന്റെ അങ്ങേ തലക്കൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഹബീബായ നബി തങ്ങൾ വരെ എത്തുന്ന കൃത്യമായ പരമ്പര, ഖുർആനിന്റെ ശൈലി, ഖുർആൻ അതിന്റെ ഉള്ളിൽ നിന്ന് പിടിക്കപ്പെട്ട. ശാഫിഈ ഇമാം റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ കാണാം, ഒരു മസ്അല കണ്ടെത്തുവാൻ 300 തവണ പരിശുദ്ധമായ ഖുർആനിനെ വീണ്ടും 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 പാരായണം ചെയ്തു, ഒരു വിഷയത്തിലെ മസ്അല കണ്ടെത്തുന്നതിന് വേണ്ടി. നമുക്കതിനുള്ള കഴിവുകളില്ല, അതിന്റെ ഭാഷയോ ആശയമോ ഒന്നും നമുക്ക് പറയാൻ അറിയുന്നവരല്ല. അവർ അല്ലാഹുവിന്റെ ദീനിൽ ഉജ്ജ്വലമായ വിജ്ഞാനമുള്ള ആളുകളായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങേ തലക്കൽ വരെ ഇങ്ങനെ ഒരു വലിയ പാരമ്പര്യം പരിശുദ്ധമായ ഇസ്ലാമിന്റെ മുന്നിലുണ്ട്. അപ്പോൾ ഫീഹാ കുതുബുൻ ഖയ്യിമ. ലോകത്തെ ഏത് വിഷയം എടുത്തു വെച്ച് നോക്കൂ, അന്ന് രാവിലെ ഇരുന്ന് ഖുർആൻ തിരുത്തി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. വരാനുള്ള മുഴുവൻ വിഷയങ്ങളും, വരാനുള്ള മുഴുവൻ കാഴ്ചപ്പാടുകളും, വരാനുള്ള മുഴുവൻ ലോകക്രമങ്ങളും, ലോകത്തെന്തൊക്കെയും വരാനുണ്ടോ അവയെല്ലാം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വർത്താനുണ്ടല്ലോ, എന്റെ ഒട്ടകത്തിന്റെ കയറ് നഷ്ടപ്പെട്ടാൽ പോലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ അത് എവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാകുമായിരുന്നു. അവരുടെ വിജ്ഞാനാണത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ട വിജ്ഞാനത്തിന്റെ ആഴവും വലിപ്പവുമാണത്. അള്ളാഹു തആല നമ്മുടെയൊക്കെ കൽബുകൾക്ക് തുറവി നൽകുമാറാകട്ടെ. അപ്പോൾ വക്രതയൊന്നുമില്ലാത്ത ഏടുകളാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം. ഒരു തിരിവോ വളവോ ചുളിവോ ഒന്നുമില്ല. ലോകത്ത് നമുക്ക് ഇസ്സത്തോടെ പിടിച്ചു നിർത്താൻ പറ്റി, കാണിച്ചു കൊടുക്കാൻ പറ്റിയ പരിശുദ്ധമായ ഖുർആനിനെ നശിപ്പിക്കാൻ എത്രയേറെ ശത്രുക്കൾ ലോകത്തുണ്ടായി. ഖുർആനിനെ നിരോധിക്കണമെന്ന് പറഞ്ഞ് ലോകത്ത് ക്യാമ്പയിനുകൾ നടന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ കൊൽക്കത്ത ഖുർആൻ പെറ്റീഷൻ എന്ന് പറഞ്ഞ് കേസ് നടന്നിട്ടുണ്ട്. ഖുർആൻ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോകത്ത് പല സ്ഥലങ്ങളിലും കേസുകൾ നടന്നിട്ടുണ്ട്. ബ്രിട്ടന്റെ പാർലമെന്റിൽ ഖുർആൻ എടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ടാണ് അന്നത്തെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത്, ഈ രാജ്യത്ത് നിന്ന് നിരോധിക്കണം. ഇന്ന് നിങ്ങൾ നോക്കൂ, ലക്ഷക്കണക്കിന് മനുഷ്യർ ബ്രിട്ടനിൽ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. ഖുർആനിനെ നശിപ്പിക്കാൻ വന്ന വിരോധികളൊക്കെയും പോയി എന്നല്ലാതെ ഖുർആനിന്റെ ഏതെങ്കിലും ഒരാശയത്തിന്, ഖുർആനിന്റെ ഏതെങ്കിലും ഒരായത്തിന്, ഒരക്ഷരത്തിന് പോറലേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും കോടിക്കണക്കിന് മനുഷ്യരുടെ കൽബിൽ ഖുർആനുണ്ട്. കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ ദിവസേന പഠിച്ചുകൊണ്ട്, കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു ഖുർആനിന്റെ അഹ്ലുകാരാകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനിപ്പിക്കുന്നു. വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന. വേദം നൽകപ്പെട്ട ആളുകൾ, വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ്, വേദം നൽകപ്പെട്ട ആളുകൾ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന, വ്യക്തമായ തെളിവ് വന്നു കിട്ടിയതിന് ശേഷമാണ് അവർ ഭിന്നിച്ചു പോയത്. അതായത് അവരുടെ മുന്നിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന വ്യക്തമായ തെളിവ്, അവരുടെ വേദങ്ങളും അവരുടെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരും ലോകത്ത് വന്നവരെല്ലാം പറഞ്ഞ ഖിയാമത്ത് അവസാനം വരാനുള്ള പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ മുന്നിൽ വ്യക്തമായി അത് പ്രവാചകനാണെന്നും
ഈ അവതരിക്കുന്ന വേദം ഖുർആനാണെന്നും ഒക്കെ അവർക്ക് ശരിയായി മനസ്സിലായതിനു ശേഷമാണ് വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്തുഹുമുൽ ബയ്യിന. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളും ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് ഇസ്ലാം സ്വീകരിച്ചു മദീനയിൽ. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ആ മനുഷ്യനെയും കൂട്ടിയിട്ട് ഒരാൾ മരണപ്പെട്ടു മദീനയിൽ. അയാളെ അടുത്തേക്ക് പോയി, ഒരു ചെറിയ കുട്ടി. എന്തുകൊണ്ടാണ് അയാളെ ജനാസ കാണാൻ പോയതെന്ന് ചോദിച്ചാൽ ആ കുട്ടി ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ചെറുപ്പക്കാരനായ ഒരു കുട്ടി ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് അയാളെ കാണാൻ വേണ്ടി പോയത്. അവിടെ എത്തുന്ന സമയത്ത് ആ കുട്ടിയുടെ പിതാവ് കുട്ടിയുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് തൗറാത്ത് പാരായണം ചെയ്യാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തിയ ഒരു ചരിത്രമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പിതാവിനോട് ചോദിച്ചു, എന്റെ പേര് തൗറാത്തിലുണ്ടോ? തൗറാത്തിലെ എന്റെ പേരുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂലിന് അറിയാം. യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി, പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ, എന്റെ പേര് തൗറാത്തിലുണ്ടോ? ഉടനെ അയാൾ പറഞ്ഞു ഇല്ല. നിഷേധാർത്ഥത്തിൽ അയാൾ ഇങ്ങനെ തലയാട്ടി കാണിച്ചു, അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ലാന്ന്. രണ്ടാമതും അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ പേര് തൗറാത്തിലുണ്ടോ? അയാൾ 2 പേജ് കൂടി മറിച്ചിട്ട് പറഞ്ഞു ഇല്ലാന്ന്. മൂന്നാമതും അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ പേര് തൗറാത്തിലുണ്ടോ? അപ്പോഴും അയാൾ പറഞ്ഞു ഇല്ല. ഉടനെ ആ ജനാസ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ പേര് തൗറാത്തിലുണ്ട് നബിയെ, അങ്ങയുടെ പേര് തൗറാത്തിലുണ്ട് നബിയെ എന്ന ആ ജനാസ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു. ആ കുട്ടിയെ കുളിപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഫൻ ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ധാരണ മുൻകഴിഞ്ഞ വേദങ്ങളിൽ, വിജ്ഞാനങ്ങളിൽ, പണ്ട് കഴിഞ്ഞുപോയ ആളുകളുടെ വർത്തമാനങ്ങളിൽ നിന്നൊക്കെ അഹ്ലു കിതാബുകാർക്കും അറിയാം, മക്കയിലെ മുശ്രിക്കീങ്ങൾക്കും അറിയാം ഇനിയൊരു പ്രവാചകൻ വരാനുണ്ടെന്ന്, ആ നബി ഇന്നതായിരിക്കും എന്നൊക്കെ അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് മുൻകഴിഞ്ഞ മുഴുവൻ പ്രവാചകന്മാരെയും മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്, അവരുടെ വേദങ്ങളെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. അന്നിറങ്ങിയ വേദങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്നാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടുമാണ് പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചത്. അപ്പോ അവർക്ക് കൃത്യമായ ധാരണ കിട്ടിയതിനു ശേഷമാണ് വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്തുഹുമുൽ ബയ്യിന. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന കൃത്യമായ തെളിവ് അവരിലേക്ക് വന്നതിന് ശേഷമാണ് അവർ ഭിന്നിച്ചു പോയത്. അവരുടെ ആശയങ്ങളിൽ നിന്ന്, അവർ നേരത്തെ വിചാരിച്ചിരുന്ന വാഗ്ദത്ത പ്രവാചകന്മാരിൽ നിന്ന്, ഇതിൽ നിന്നെല്ലാം അവർ പിന്തിരിയാൻ വ്യക്തമായ തെളിവ്, ഒരു തെളിവും കിട്ടാതെ പിരിഞ്ഞവരല്ല. അവർക്ക് ശരിയായ ധാരണ ഉണ്ടായതിനു ശേഷമാണ് അവർ പിരിഞ്ഞതെന്ന് പരിശുദ്ധമായ ഖുർആൻ. തൊട്ടടുത്ത ആയത്ത് ഈ സൂറത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്, മർമ്മപ്രധാനമായ ഭാഗമാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പരിശുദ്ധമായ ഖുർആനിന് വേണ്ടി ചിലവഴിക്കുന്ന സമയം പരലോകത്ത് ഉപകാരപ്രദമായ സമയമായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ജീവിതങ്ങൾ അല്ലാഹു ബറക്കത്തിലാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സ്വർഗത്തിൽ ഒന്നിച്ചു ചേർത്ത് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു ഖുർആനിന്റെ മഹത്വം കൊണ്ട് അവരുടെ എല്ലാ വിഷമങ്ങളും ദോഷങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു മരിക്കുന്ന സമയം ഈമാനോടെ മരിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബി സല്ലി